ലൈവ് ന്യൂസ് പുതുക്കാട്. തൃശൂർ പ്രവചനാതീതം, അവ്യക്തം, ആരെ തുണയ്ക്കും അടിയൊഴുക്ക്. കലാശക്കൊട്ടിന് ഒരു ദിവസം മാത്രം ബാക്കി. തൃശൂരിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒഴുക്കൊന്നും പ്രകടമല്ല, എങ്കിലും പ്രവചനാതീതം. തുലാസിൽ തൂക്കി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് സർവേകളും പ്രീപോൾ പ്രവചനങ്ങളും പറയുമ്പോൾ തൃശൂരിന്റെ രാഷ്ട്രീയ മനസ്സ് എങ്ങോട്ടടുക്കുമെന്നത് അവ്യക്തം. അന്തിമഫലം തങ്ങൾക്കൊപ്പമാകുമെന്ന് മൂന്ന് മുന്നണികളും അവകാശപ്പെടുമ്പോൾ അടിയൊഴുക്ക് തന്നെയാകും ഗതി നിർണയിക്കുക. മൂന്ന് പേരും ആഴ്ചകളായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ സമയം പ്രചാരണത്തിന് ലഭിച്ച തിരഞ്ഞെടുപ്പാണിത്. സ്ഥാനാർത്ഥികൾക്ക് ചിലയിടങ്ങളിൽ ഗൃഹസമ്പർക്കം വരെ നടത്തുന്നതിന് സമയം കിട്ടി. ഇതിനിടെ ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രചാരണ രംഗത്തിറങ്ങി. നാളെ 5-നുള്ളിൽ ശബ്ദപ്രചാരണം അവസാനിക്കും. ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം സംസ്ഥാന രാഷ്ട്രീയവും പ്രചാരണ വിഷയമായെങ്കിലും അവസാന 2 ലാപ്പിൽ തൃശൂരിന്റെ രാഷ്ട്രീയം കരുവന്നൂരിലേക്കും ഒടുവിൽ പൂരം നടത്തിപ്പിലേക്കുമെത്തി. കേന്ദ്ര സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും നയങ്ങൾ LDF പ്രചാരണ വിഷയമാക്കിയപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കടന്നാക്രമിച്ചായിരുന്നു UDF പ്രചാരണം. ഇതിനിടെ കരുവന്നൂർ വിഷയത്തിൽ EDയുടെ രംഗപ്രവേശം കോൺഗ്രസും BJPയും കൊഴുപ്പിച്ചു. BJP മോദി സർക്കാരിന്റെ നേട്ടവും സുരേഷ് ഗോപിയുടെ താരപ്രഭയുമാണ് ചർച്ചാ വിഷയമാക്കിയത്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് പൂരം വിവാദമുയർന്നത്. മൂന്ന് മുന്നണികളും പൂരം തിരഞ്ഞെടുപ്പ് വിഷയമാക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രധാന ചർച്ച പൂരം അലങ്കോലപ്പെട്ടതാണ്. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. എന്നാൽ പൂരം കുളമാകാൻ ഇടയാക്കിയ സാഹചര്യം ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസും BJPയും രംഗത്തെത്തിയത്. പൂരം ആരെ തുണയ്ക്കുമെന്നതും പ്രധാന ചർച്ചാ വിഷയമാണ്. നാളെ കലാശക്കൊട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ കലാശക്കൊട്ടിന് മുൻപുള്ള റോഡ് ഷോ ഇന്ന് ആരംഭിക്കും. രാവിലെ ഒല്ലൂരിൽ നിന്ന് ആരംഭിച്ച് 4 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. നാളെ വൈകിട്ട് തൃശൂർ നഗരത്തിലാണ് സമാപനം. UDF സ്ഥാനാർത്ഥി K മുരളീധരനും തൃശൂരിൽ തന്നെയാണ് കലാശക്കൊട്ടിന് തയ്യാറെടുക്കുന്നത്. സുരേഷ് ഗോപിയുടെ പ്രചാരണ സമാപനം നടുവിലാലിൽ സമാപിക്കും. കലാശക്കൊട്ട് കൊഴുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മൂന്ന് മുന്നണികളും. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.